everyone, welcome back to Tell Me Story. ഇന്നത്തെ നമ്മുടെ വീഡിയോന്റെ മെയിൻ കോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ ഫാർമസി കോഴ്സ് ഡിഗ്രി റിലേറ്റഡ് ആയിട്ടുള്ള ഫാർമസി കോഴ്സ് ചെയ്തേക്കുന്ന ഫാം ഡി ഫാം കോഴ്സ് ചെയ്തേക്കുന്ന സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ നാട്ടിലെ ഫാർമസിസ്റ്റ് ആയിട്ട് നാട്ടിൽ നിന്ന് ഇനിയല്ല ഇപ്പോൾ പുറത്ത് എവിടെയെങ്കിലും ഫാർമസിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് യു കെയിൽ ഒരു ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ യു കെയിലെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യാം, എന്തൊക്കെ പ്രോസസ്സ് വഴിയാണ് ഇവിടെ ഒരു ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റുഡൻസ് ഇവിടേക്ക് വരുന്നുണ്ടല്ലോ ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള മാസ്റ്റേഴ്സ് ചെയ്തിട്ട് ചുമ്മാ ഒരു മാസ്റ്റർ കോഴ്സ് ചെയ്തെങ്കിൽ നമുക്ക് ഇവിടെ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ, ഇതിനൊക്കെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാൻ പോകുന്നത്. ഇതിനെപ്പറ്റി നമ്മളോട് കൂടുതൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റുഡൻറ്റും കൂടെ നമ്മുടെ ഒപ്പം ഉണ്ട്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയാൻ പോകുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവൻ കാണണം. കാരണം ഫാർമസിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഹായ് അനു, വെൽക്കം ടു ടെൽ മീ സ്റ്റോറി. താങ്ക് യു. അനു എത്ര നാളെ യു കെയിൽ വന്നിട്ട്? ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു 4 മാസമായിട്ടേ ഉള്ളൂ. 4 മാസം. എന്ത് കോഴ്സ് ചെയ്യാനായിട്ടാണ് വന്നത്? MSc ഇൻ ഫാർമസ്യൂട്ടിക്കൽ സയൻസ് OSPAP എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴ്സ്. OSPAP അല്ലേ? നാട്ടിൽ അനു എന്താ പഠിച്ചത്? ഞാൻ ആക്ച്വലി ഫാം ഡി കഴിഞ്ഞതാണ്. ഫാം ഡി. അത് ഏത് ഇയർ പാസ് ഔട്ടാ? ഫാം ഡി 2020. അപ്പൊ ജസ്റ്റ് പാസ് ഔട്ട് ആയി അപ്പൊ തന്നെ ഇങ്ങോട്ടേക്ക് പോന്നു? അതെ. എക്സ്പീരിയൻസിന് നിന്നില്ല? ജസ്റ്റ് 9 months എക്സ്പീരിയൻസ് ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രജിസ്ട്രേഷൻ കിട്ടി കഴിഞ്ഞാൽ എനിക്ക് നാട്ടിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ 9 months ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു. എവിടെയാ വർക്ക് ചെയ്തത്? അവിടെ അടുത്ത് തന്നെ, മണ്ണാർക്കാട് തന്നെ. ഫാം ഡി എവിടെയാ ചെയ്തത്? ഫാം ഡി ചെയ്ത നെഹ്റു കോളേജ് ഓഫ് ഫാർമസി, കേരളത്തിൽ തന്നെയാണ്. കേരളത്തിൽ തന്നെ. എന്തുകൊണ്ടാണ് യു കെ ചൂസ് ചെയ്യാൻ? അനുവിന്റെ ഡ്രീം ആയിരുന്നു യു കെയിൽ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. അതിന് വേണ്ടിയിട്ടാണോ ഫാം ഡി പോണതിന് മുന്നേ തീരുമാനിച്ചതായിരുന്നു അത്? ആക്ച്വലി ഫാർമസി കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഏത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് കോഴ്സ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മുടെ എല്ലാവരുടെയും ഡ്രീം എന്ന് പറയുന്നത് എബ്രോഡ് പോയി വർക്ക് ചെയ്യണം എന്നാണ്. സോ ഞാൻ അവിടെ പല പല യൂറോപ്യൻ കൺട്രീസ് ഞാൻ റെഫർ ചെയ്തപ്പോൾ കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു കോഴ്സ് ഉള്ളത് യു കെ മാത്രമേ ഉള്ളൂ. ബാക്കി കാനഡ ആണെങ്കിലും USA ആണെങ്കിലും അവരുടെ ഈക്വാലൻസി എക്സാംസ് ഉണ്ട്. ബട്ട് അതെന്ന് പറയുന്നത് നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ പോയി എഴുതി നമ്മളത് പാസ്സാവണം. ബട്ട് യു കെയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി 1 year ഒരു പ്രോഗ്രാം ഉണ്ട്, പിന്നെ 1 year ഇന്റേൺഷിപ്പ് ഉണ്ട്. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. സോ അത് കുറച്ചും കൂടെ എളുപ്പമാണെന്ന് എനിക്ക് തോന്നി. അതായത് യു കെയിൽ ഒരു ഫാർമസിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ പ്രോസസ്സിന് മുന്നോടിയായിട്ടുള്ള 1 year കോഴ്സാണ് ഇപ്പൊ അതിന് ചെയ്യുന്നത്, OSPAP എന്ന് പറഞ്ഞിട്ട് അല്ലേ? അപ്പൊ ഈ OSPAP സാധാരണ ഒരു മാസ്റ്റേഴ്സ് കോഴ്സിന്, സാധാരണ ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള മാസ്റ്റേഴ്സ് കോഴ്സിന് എങ്ങനെ ഡിഫറെന്റ് ആയിട്ട് വരുന്നത്? ആക്ച്വലി നമുക്ക് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നമുക്ക് GPH രജിസ്ട്രേഷൻ എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ഒരു എൻട്രൻസ് ഒരു പ്രോഗ്രാം പോലത്തെ ഒരു കോഴ്സാണിത്. ബാക്കിയുള്ള കോഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫാർമസി കോഴ്സുകൾ ഇവിടെ ഉണ്ട്. ബട്ട് അതൊന്നും നമുക്ക് രജിസ്ട്രേഷനിലേക്ക് നമ്മൾ എത്തിക്കത്തില്ല. ബട്ട് നമുക്കിപ്പോൾ വേണമെങ്കിൽ MFAM എടുക്കാം. ഇവിടെ MFAM എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. അതാണെങ്കിൽ നമുക്ക് നേരെ 1 year ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് നമുക്ക് രജിസ്ട്രേഷനിലേക്ക് കടക്കാം. പക്ഷേ നാട്ടിലൊരു ഫാർമസി ഡിഗ്രി കഴിഞ്ഞ ഒരു ആളാണെങ്കിൽ അവർക്ക് വീണ്ടും ഒരു MFAM എടുക്കുന്നതിന് പകരം അവർക്ക് ഇങ്ങനെ ഒരു ഷോർട്ട് ടേം ഒരു കോഴ്സ് എടുത്ത് അവർക്ക് നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവർക്ക് ഈ ഒരു കോഴ്സ് കൊണ്ട് തന്നെ അവർക്ക് രജിസ്ട്രേഷൻ എക്സാമിന് വേണ്ടി കംപ്ലീറ്റ് നമുക്ക് പ്രിപ്പയർഡ് ആവാൻ വേണ്ടി പറ്റും. ഇപ്പൊ അനു എടുത്തേക്കുന്നത് MSc ആണല്ലേ? MSc ആണ്. അപ്പൊ MSc എന്ന് പറയുമ്പോൾ 1 year കോഴ്സാണ് വരുന്നത്. ഇതിന്റെ തന്നെ PG ഡിപ്ലോമയും വരുന്നില്ലേ? അപ്പൊ അത് തമ്മിൽ തന്നെ ആയിരിക്കും ഡിഫറെന്റ്. ഇപ്പൊ നമ്മൾ ചിലവർ പറയൂല്ലോ PG ഡിപ്ലോമ എടുക്കാം, എന്തിനാ MSc എടുക്കണമെന്ന് ചോദിക്കുമല്ലോ രജിസ്ട്രേഷൻ എക്സാമിന് വേണ്ടിയിട്ടാണെങ്കിൽ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി PG ഡിപ്ലോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 months കോഴ്സാണ്. MSc എന്ന് പറഞ്ഞാൽ 1 year കോഴ്സാണ്. കഴിഞ്ഞ വർഷം വരെ നമ്മൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് MSc ആയിരുന്നു എടുക്കേണ്ടിയിരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മുടെ PG ഡിപ്ലോമ എടുത്താലും മതിയെന്ന് ഇപ്പോൾ ഒരു റൂള് വന്നിട്ടുണ്ട്. അതായത് പബ്ലിക് ഹെൽത്തിൻ്റെ അണ്ടറിലാണ് ഈ കോഴ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് PG ഡിപ്ലോമ എടുത്താലും നമുക്ക് ഈ OSPAPന്റെ സ്റ്റുഡൻസിന് നമുക്ക് രജിസ്ട്രേഷൻ എക്സാം എഴുതാനും എല്ലാത്തിനും പറ്റുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ PG ഡിപ്ലോമ നോർമലി UK യുടെ റൂൾ അനുസരിച്ചിട്ട് നമ്മളൊരു ഡിപ്ലോമ കോഴ്സ് ചെയ്താൽ സ്റ്റേ ബാക്ക് ഓപ്ഷൻ കിട്ടത്തില്ല. അപ്പൊ PG ഡിപ്ലോമ ചെയ്തതിന് നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് ഓപ്ഷൻ ഉണ്ടോ? ഇപ്പോൾ അത് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഡിപ്ലോമ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ അതായത് ഈ ഒരു തുടങ്ങിയാണ്. ഓക്കെ. അപ്പൊ PG ഡിപ്ലോമ എടുത്താലും മതി. കാരണം കുറേ സ്റ്റുഡൻസ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലുള്ളവരും മറ്റ് വേറെ യൂണിവേഴ്സിറ്റിയിലുള്ള എനിക്കറിയാവുന്ന ആൾക്കാരും MScയിൽ നിന്ന് PG ഡിപ്ലോമയിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. ഞാനിതുവരെ ചെയ്തിട്ടില്ല. ഞാൻ കുറച്ച് ഡിസൈഡ് ചെയ്യുന്നേ ഉള്ളൂ.
ബട്ട് സ്റ്റിൽ കുറേ ആൾക്കാർ അത് സ്വിച്ച് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ ഒഫീഷ്യൽ നമുക്ക് ഇൻഫോർമേഷൻ വന്നിട്ടുണ്ട് അങ്ങനെ സ്വിച്ച് ചെയ്യാതാലും നമുക്ക് ഈ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയ്ക്ക് നമ്മൾ എലിജിബിൾ ആണെന്നുള്ളത് ഇൻഫോർമേഷൻ വന്നിട്ടുണ്ട്. അത് മെയിൻലി ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലാക്കിയത് രണ്ടും സെയിം തന്നെയാണ്, ജസ്റ്റ് ഒരു പ്രോജക്റ്റിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് MSc-കാർക്ക് ഒരു പ്രോജക്റ്റ് എക്സ്ട്രാ ചെയ്യേണ്ടതുണ്ട് അല്ലേ? 3 മാസത്തിൽ. ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മള് ഫോർ എക്സാമ്പിൾ ഇപ്പൊ PG ഡിപ്ലോമ എടുത്തെന്ന് വെക്കാം. അപ്പൊ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്നതാ വരണേ? 9 months കോഴ്സ് കഴിഞ്ഞിട്ട് അതിന് മുമ്പേ ഞങ്ങൾ ഈ കോഴ്സിനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് വിത്തിൻ 1 month ഞങ്ങൾ ഒരു എക്സാം എഴുതുന്നുണ്ട്. ഓറിയലിൽ വന്നിട്ടുള്ള ഒരു എക്സാം എഴുതുന്നുണ്ട്. അതായത് ഓസ്പാപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഓസ്പാപ്പ് സ്റ്റാർട്ട് ചെയ്ത് ശരിക്കും 1 month കഴിയുമ്പോൾ ഞാനിപ്പം സെപ്റ്റംബറിൽ വന്നു. ഒക്ടോബറിലായപ്പോഴത്തേക്കും October 8th എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു, ഓറിയൽ എന്ന് പറഞ്ഞിട്ടുള്ള എക്സാം. അതെന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു അടുത്ത നമ്മുടെ ഇന്റേൺഷിപ്പ്, അതായത് ഫൗണ്ടേഷൻ ഇയറിന്റെ ട്രെയിനിങ്ങിന് സ്പോൺസേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാമാണ് ഓറിയൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ എക്സാമിന്റെ നാട്ടിലൊക്കെ ഇങ്ങനെ പ്ലേസ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് കമ്പനീസ് വന്ന് ഇന്റർവ്യൂ ചെയ്യണല്ലേ? അതെ അതെ. ആ ഒരു എക്സാം എഴുതി കഴിഞ്ഞ് അതിന്റെ മാർക്ക് പബ്ലിഷ് ചെയ്യുന്നത് അടുത്ത മാസമാണ്, അതായത് നവംബറിലാണ് പബ്ലിഷ് ചെയ്തത്. സോ ആ ഒരു മാർക്കിന്റെ ബേസിസിൽ നമുക്ക് ഒരിടത്ത് നമുക്കൊരു സ്പോൺസറിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും വയ ഓറിയൽ. ഇനി അതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആകുമ്പോൾ നമുക്ക് ടയർ 2 സ്പോൺസർഷിപ്പ് വേണം, വിസ സ്പോൺസർഷിപ്പ് വേണം. സോ അങ്ങനെ ഒരു സ്പോൺസറിനെ ഓൾറെഡി നമ്മുടെ ഈ കോഴ്സ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഓൾറെഡി അവൈലബിൾ ആണ്. ഇനി നമ്മൾ വൺസ് ഈ കോഴ്സ് കഴിഞ്ഞ ഉടനെ നമ്മൾ അടുത്ത ഇന്റേൺഷിപ്പ്, അതായത് ഫൗണ്ടേഷൻ ഇയർ സ്റ്റാർട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ. ഇവിടെ ഇപ്പോൾ UK-ല് ഫാർമസി പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആയാൽ പോലും ഇപ്പൊ ഇവിടെ 4 വർഷമാണ് ഇവിടുത്തെ ഫാർമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് MPharm എന്ന് ഇവര് പറയുന്നത്. അപ്പൊ ഈ 4 വർഷം കഴിഞ്ഞ് പിന്നെ 1 year ഫൗണ്ടേഷൻ ഇയർ ആണ്. ഈ പണ്ടൊക്കെ പ്രീ രജിസ്ട്രേഷൻ ഇയർ എന്ന് പറയുന്നത്, ഇപ്പൊ അത് ഫൗണ്ടേഷൻ ഇയർ എന്നാക്കി. അപ്പൊ ആ ഫൗണ്ടേഷൻ ഇയറിലോട്ടാണ് നിങ്ങൾ പോകുന്നത്. അപ്പൊ സെയിം തന്നെ വരുന്നു. അതായത് നാട്ടിലെ B.Pharm കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ PharmD കഴിഞ്ഞിട്ട് വന്ന ഒരാള് ഇവിടെ 1 year ഓസ്പാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ 1 year ഫൗണ്ടേഷൻ ഇയർ, അപ്പൊ ടോട്ടൽ 2 year ഇവിടെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ GPHC-യുടെ രജിസ്ട്രേഷൻ എക്സാം. പക്ഷെ ഈ ഓറിയൽ എക്സാം എന്ന് പറഞ്ഞില്ലേ, ഓറിയലിന്റെ ഒരു എക്സാം എന്ന് പറഞ്ഞില്ലേ, ഇപ്പോ നിങ്ങൾ ഇവിടെ വന്ന് 1 month-നുള്ള എക്സാം എഴുതാന്ന് പറഞ്ഞാൽ ഇവിടത്തെ ഒന്നും നിങ്ങൾ പഠിക്കുന്നില്ലല്ലോ. അപ്പൊ നാട്ടിൽ നിന്ന് നിങ്ങൾ പഠിച്ചു വരാൻ ആ നോളജ് വെച്ചിട്ടാണോ നിങ്ങൾ എഴുതുന്നത്? ആക്ച്വലി ന്യൂമറസി ലൈക്ക് ഈ ഓറിയൽ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പ് ഓഫ് എക്സാം ആണ്. ഒന്ന് സിറ്റുവേഷൻ ജഡ്ജ്മെന്റ് ടെസ്റ്റ്. അതെന്ന് പറയുന്നത് നമുക്കൊരു സിറ്റുവേഷൻ തരുന്നു, അതിനകത്ത് നമുക്ക് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നുന്ന ഏതാണ് ഓപ്ഷൻ അത് നമ്മൾ സെലക്ട് ചെയ്ത് 5 സ്റ്റഡി പോലെയാണോ? ഓൾമോസ്റ്റ് ലൈക്ക് ഒരു കേസ് ഒരു ഇൻസിഡന്റ് തരുന്നു, അതിനകത്ത് നമുക്ക് 5 സിനാരിയോസ് തരുന്നു. ഇതിൽ ഏത് സിനാരിയോ ആണ് ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ്, അങ്ങനെ നമ്മൾ റാങ്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് SGT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് അതെന്ന് പറയുന്നത് അത് നമുക്ക് നമുക്ക് കുറച്ച് മെറ്റീരിയൽസുകളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കൊരു പ്രൊഫഷണൽ ആട്രിബ്യൂട്ട് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരെണ്ണം ഉണ്ട്, GPHC പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി തരുമോ നിങ്ങൾക്ക് മെറ്റീരിയൽസ്? യൂണിവേഴ്സിറ്റി ആക്ച്വലി അത് വന്ന 1 മാസം ആയതുകൊണ്ട് അങ്ങനെ നമുക്ക് യൂണിവേഴ്സിറ്റി ഹെൽപ്പ് അത്ര അങ്ങോട്ട് നമുക്ക് കിട്ടത്തില്ല. പക്ഷെ എന്നാലും ന്യൂമറസിക്ക് അടുത്തൊരു ടെസ്റ്റാണ് ന്യൂമറസി ടെസ്റ്റ്. ഈ ഓറിയലിൽ തന്നെയുണ്ട്. നമുക്കൊരു 10 ക്വസ്റ്റ്യൻ ഉണ്ട്, മാത്തമാറ്റിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അതിൽ 4 എണ്ണമെങ്കിലും നമ്മൾ പാസ് ആവണം, 4 എണ്ണമെങ്കിലും കറക്റ്റ് ആവണം. അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൽ കാൽക്കുലേറ്റർ അലൗഡ് ആണോ നിങ്ങൾക്ക്? കാൽക്കുലേറ്റർ അലൗഡ് ആണ്. നമ്മുടെ GPHC പറയുന്ന 4 ടൈപ്പ് ഓഫ് മോഡൽസ് ഉണ്ട്. കാസിയോ അങ്ങനെ പറഞ്ഞിട്ടുള്ള ആ കാൽക്കുലേറ്റർ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കാൽക്കുലേറ്റർ അലൗഡ് ആണ്. ബട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂമറസി ആ 4 എണ്ണം ശരിയാവണം എന്നുള്ളത് ഒരു വലിയൊരു കടമ്പയാണ് വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും വിത്ത് ഗോഡ്സ് ഗ്രേസ് അത് പാസ്സായി. താങ്ക് യു. അങ്ങനെ ഇനി അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ അനുപോ ഫൗണ്ടേഷൻ ഇയറിലോട്ടേക്കുള്ള പ്ലേസ്മെന്റ് ഓൾറെഡി ആയി, സ്പോൺസർ ആയി. ഇനിയിപ്പോ ഈ 1 year കോഴ്സ് ഫിനിഷ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. ഇനി നമുക്ക് ഓസ്പാപ്പിന്റെ ആ പ്രോസസ് ഒന്ന് പറയാമോ? എന്താണ് ഇതിന്റെ റിക്വയർമെന്റ്സ്? ഇപ്പൊ നാട്ടിലൊരു ഫാർമസി കഴിഞ്ഞൊരു സ്റ്റുഡന്റ്, ഞാൻ ഫാർമസി എന്ന് എളുപ്പത്തിൽ പറയുന്നുള്ളൂ കേട്ടോ. B.Pharm കഴിഞ്ഞവർക്കും PharmD കഴിഞ്ഞവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാം. ഓൺലി ക്രൈറ്റീരിയ ഡിഗ്രി റിലേറ്റഡ് ആയിരിക്കണം. ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? ഡിഗ്രി എന്തായാലും കമ്പൽസറി ആയിട്ട് വേണം, മാസ്റ്റേഴ്സോ ഡോക്ടറേറ്റ്സോ. അപ്പൊ ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്ക് എന്തൊക്കെ പ്രോസസ്സിലൂടെ നമുക്ക് ഓസ്പാപ്പിൽ ഇവിടെ കിട്ടുക, അഡ്മിഷൻ കിട്ടുക? ഓക്കെ, ഇനീഷ്യൽ ആയിട്ടുള്ളതും ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് പറഞ്ഞാൽ IELTS-നോ ഇൻഡിവിജ്വൽ 7 വേണം, അല്ലെങ്കിൽ OET-ക്ക് ഇൻഡിവിജ്വൽ B വേണം. 1 sitting. ഇതൊരു ഇമ്പോർട്ടൻ്റ് ഒരു ക്രൈറ്റീരിയ ആണ്. അതിലാണ് പല സ്റ്റുഡൻസും ഒന്ന് ബാക്കപ്പ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു വലിയൊരു പ്രോസസ്സ് പറഞ്ഞാൽ GPHC അഡ്ജുഡിക്കേഷൻ പ്രോസസ്സാണ്. അതെന്ന് പറയുന്നത് നമുക്ക് GPHC-യുടെ അഡ്ജുഡിക്കേഷൻ പ്രോസസ്സ് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഡിഗ്രി
ഈ ഇവിടെ UK ഏത് ഫാർമസി ഡിഗ്രിയുമായിട്ടാണ് ഈക്വലൻ്റ് ആവുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്ജുഡിക്കേഷൻ മൊത്തത്തിലൊരു പ്രോസസ്സുണ്ട്. ഈ UK-NARIC കൊടുക്കുന്ന സംഭവം എനിക്കുണ്ട്. UK-NARIC എന്ന് പറയുന്നത് ഇപ്പൊ എനിക്കമ്പാരബിലിറ്റി ആണ്. സോ എനിക്കമ്പാരബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ടോട്ടലി ഏത് ടൈപ്പ് ഓഫ് ലെവലിലേക്കാണ് നമ്മുടെ ഈ കോഴ്സ് വരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. പിന്നെ നമുക്ക് അഡ്ജുഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഇൻഫോർമേഷൻസുകളും എല്ലാ ഡീറ്റെയിൽസുകളും എല്ലാം GPSC പരിശോധിച്ച് നമുക്ക് ഇത് അപ്രൂവൽ ഈ കോഴ്സ് ചെയ്യാൻ നമുക്ക് ഓക്കെ ആണ്, നമ്മൾ എലിജിബിൾ ആണെന്ന് നമ്മുടെ ഈ പറയുന്ന 4 യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇവിടെ ആകെ 4 യൂണിവേഴ്സിറ്റി നമുക്ക് ഉള്ളൂ. അത് ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ്? യൂണിവേഴ്സിറ്റി ഓഫ് സണ്ടർലാൻഡ്, ആസ്റ്റൺ യൂണിവേഴ്സിറ്റി, ബ്രൈറ്റൺ യൂണിവേഴ്സിറ്റി, പിന്നെ അടുത്ത് ഹെഡ്ഫോർഡ്ഷെയർ യൂണിവേഴ്സിറ്റി. കിങ്സ്റ്റൺ ഉണ്ടായിരുന്നു. കിങ്സ്റ്റൺ ഉണ്ടായിരുന്നു, ബട്ട് അത് ഞാൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പത്തെ ആപ്ലിക്കേഷൻ ഫോമിൽ കിങ്സ്റ്റൺ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു, ബട്ട് അത് പിന്നീട് ഇല്ല. ഞാനിപ്പോ ഗൂഗിളിൽ നോക്കിയപ്പോ അത് കാണിക്കുന്നില്ല, സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, അപ്പൊ ആകെ 4 യൂണിവേഴ്സിറ്റീസ് ഉള്ളൂ. സ്കോട്ട്ലൻഡിൽ ഇല്ല. ഓക്കെ, ഇംഗ്ലണ്ട് ഏരിയയിലോട്ട്. പിന്നെ ഹെഡ്ഫോർഡ്ഷെയർ ആണെങ്കിൽ ആകെ PG ഡിപ്ലോമ മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. MSc പ്രൊവൈഡ് ചെയ്യുന്ന ഈ 3 യൂണിവേഴ്സിറ്റീസേ ഉള്ളൂ. സോ ഈ 3 യൂണിവേഴ്സിറ്റിക്കും നമ്മൾ എലിജിബിൾ ആണ് ഈ കോഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞ GPSC നമുക്കൊരു അപ്രൂവൽ പോലെ. ഇത് നിങ്ങൾ തന്നെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുവാണോ? ഇത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്? നമ്മള് ആപ്ലിക്കേഷൻ ഫോം എവിടെ നിന്നാണ് എടുക്കുന്നത്? GPSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുണ്ട്, ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ഞാനല്ല ആക്ച്വലി ഒറ്റയ്ക്കാണ് ചെയ്തത്. പിന്നെ കുറച്ച് ഏജൻസി സപ്പോർട്ട് നമുക്ക് ആ വിസയുടെ സമയത്ത് ഏജൻസി സപ്പോർട്ട് ഉണ്ടായിരുന്നു എനിക്ക്. ബട്ട് GPSC അഡ്ജുഡിക്കേഷൻ എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്. ഫസ്റ്റ് സ്റ്റെപ്പ് IELTS ക്ലിയർ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അതെ, അഡ്ജുഡിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സർട്ടിഫിക്കറ്റ്സുകൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അയക്കേണ്ടതുണ്ട്, കുറച്ച് നമ്മൾ ഓർഗനൈസേഷൻ അയക്കേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം യൂണിവേഴ്സിറ്റി ട്രാൻസ്ക്രിപ്റ്റ് ആണെങ്കിൽ നമ്മൾ യൂണിവേഴ്സിറ്റീനെ കൊണ്ട് തന്നെയാണ് അയപ്പിക്കേണ്ടത്. പിന്നെ 2 റെഫറൻസുകൾ നമുക്ക് കൊടുക്കാനുണ്ട്. 2 അക്കാഡമിക് റെഫറൻസ് കൊടുക്കാം, അല്ലെങ്കിൽ ലെക്ചേഴ്സിന് മതി. ഞാൻ ആക്ച്വലി എൻ്റെ വൈസ് പ്രിൻസിപ്പാളിൻ്റെ റെഫറൻസ് ആണ്. പിന്നെ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ 9 മന്ത്സ് വർക്ക് ചെയ്തുകൊണ്ട് എംപ്ലോയർ റെഫറൻസ് ഞാൻ കൊടുത്തായിരുന്നു. സോ എംപ്ലോയർ റെഫറൻസ് അത്ര മാൻഡേറ്ററി അല്ല, നമുക്ക് 2 അക്കാഡമിക് റെഫറൻസ് ആണെങ്കിലും മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് വേണം. നമ്മുടെ ഫാർമസി കൗൺസിലിൽ നിന്ന്, കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിലാണെങ്കിലും ഏത് കൗൺസിലാണെങ്കിലും അതിൽ നിന്നൊരു ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് വേണം. നമ്മളിപ്പോൾ രജിസ്ട്രേഷൻ കിട്ടി നമുക്കൊരു 6 മാസത്തിന് മുമ്പാണ് നമുക്കിത് വേണ്ടെങ്കിൽ നമുക്ക് ലെറ്റർ ഓഫ് ഗുഡ് സ്റ്റാൻഡിങ് കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. സോ അത് ഞാൻ അങ്ങനെയാണ്, കാരണം ഞാൻ ആകെ 9 മന്ത്സേ വർക്ക് ചെയ്തിട്ടുള്ളൂ. എൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് IELTS എൻ്റെ രജിസ്ട്രേഷൻ കിട്ടിയത് നവംബറിലാണെങ്കിൽ IELTS ഞാൻ ജാനുവരി ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ജാനുവരി തൊട്ടിട്ട് എൻ്റെ അഡ്ജുഡിക്കേഷൻ പ്രോസസ്സിന് വേണ്ടി ഞാനതെല്ലാം പെട്ടെന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ലെറ്റർ ഓഫ് ഗുഡ് സ്റ്റാൻഡിങ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതാണെങ്കിൽ മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഓർഗനൈസേഷൻ തന്നെ ഡയറക്റ്റായിട്ട് അയക്കേണ്ടതാണ്. നമ്മൾ അയക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ IELTSൻ്റെ സർട്ടിഫിക്കറ്റ്, IELTSൻ്റെ നമ്മുടെ ടെസ്റ്റ് റിപ്പോർട്ട് ഫോം, അത് നമ്മുടെ ബ്രിട്ടീഷ് കൗൺസിലിൽ നിന്നോ IDP-യിൽ നിന്നോ നമ്മൾ ഡയറക്റ്റായിട്ട് അവരെ കൊണ്ട് അയപ്പിക്കും. അക്കാഡമിക് IELTS തന്നെ വേണ്ടേ? അക്കാഡമിക് IELTS വേണം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലാസ്റ്റ് പ്രോസസ്സാണ് അതേപോലെ തന്നെ ഇൻകമ്പാരബിലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതും നമ്മൾ അപ്ലൈ ചെയ്ത ഒരു ഫീസുണ്ട്. ആ ഫീസ് അടച്ച് നമ്മളത് ഇൻകമ്പാരബിലിറ്റി ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇൻകമ്പാരബിലിറ്റി സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മുടെ അപ്ലിക്കേഷൻ ഫോം, പിന്നെ കുറച്ച് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് നോട്ടറിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത്. അതെല്ലാം അറ്റസ്റ്റ് ചെയ്യിപ്പിച്ച് നമ്മൾ GPSCക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വൺസ് അത് അയച്ചു. ഇത് ത്രൂ പോസ്റ്റ് ആണോ അയക്കുന്നത്? സ്കാൻഡ് കോപ്പി ആണോ? അല്ല, ത്രൂ പോസ്റ്റ്. ഓക്കെ. ത്രൂ പോസ്റ്റ് ആണ് അയക്കുന്നത്. ഒരു ട്രാക്കബിൾ കൊറിയർ സർവീസ് എന്നാണ് പറയുന്നത്. ആപ്ലിക്കേഷൻ ഫീ എത്രയാണ് വരുന്നത്? ആപ്ലിക്കേഷൻ ഫീസ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല, ബട്ട് ഓൾമോസ്റ്റ് ഒരു 5,000 സംതിങ് ഉണ്ടെന്ന്. 5,000 റുപ്പീസ് അല്ലേ? അനു പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തിട്ട് ആ യൂണിവേഴ്സിറ്റിയിലോട്ട് മാത്രമാണോ അയച്ചല്ലോ? GPHCലോട്ട് അല്ല അയച്ചത്? എന്നിട്ട് പിന്നെ നമ്മള് 3 യൂണിവേഴ്സിറ്റിയിൽ 4 യൂണിവേഴ്സിറ്റി അതിനിങ്ങനെ പ്രയോറിറ്റി ലിസ്റ്റ് കൊടുത്തോ? ആക്ച്വലി ഈ ആപ്ലിക്കേഷൻ ഫോമിൽ തന്നെ നമുക്ക് ടിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് പ്രിഫറൻസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് വൺസ് അഡ്ജുഡിക്കേഷൻ കിട്ടിയതുകൊണ്ട് നമുക്ക് ആദ്യം മെയിൽ വരുന്നത്. അത് കഴിഞ്ഞാൽ ആ മെയിലിൽ നമുക്ക് വേണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി തന്നെ നമ്മൾ പ്രിഫർ ചെയ്തെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് ഈ സണ്ടർലാൻഡ് യൂണിവേഴ്സിറ്റിയാണ് ഞാൻ പ്രിഫർ ചെയ്തത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവരുടെ ഓഫീസുമായിട്ട് നമുക്ക് ബന്ധപ്പെടാം. അതായത് വൺസ് നമുക്ക് അഡ്ജുഡിക്കേഷൻ കിട്ടിയെന്ന് പറഞ്ഞ ഒരു പ്രൂഫ് ഇത് കാണിച്ചിട്ട് നമുക്ക് ബന്ധപ്പെടാം.
അല്ലെങ്കിൽ വിത്തിൻ നോ ടൈം GPHC അവർക്ക് മെയിൽ അയച്ചിട്ടുണ്ടാകും ഇന്ന സ്റ്റുഡൻറ്റ് ഇത് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ട്. സോ അവർ നമുക്ക് ഇങ്ങോട്ട് മെയിൽ അയക്കും എല്ലാ യൂണിവേഴ്സിറ്റീസും. ഓക്കെ ഓക്കെ. സോ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സണ്ടർലാൻഡ് യൂണിവേഴ്സിറ്റി ഫിക്സ്ഡ് ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ടും ഞാൻ അവർക്ക് അപ്രോച്ച് ചെയ്തു. ബട്ട് സണ്ടർലാൻഡ് യൂണിവേഴ്സിറ്റിക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് UK ഓഫീസുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി പറ്റത്തില്ല. സോ നമുക്ക് സൗത്ത് ഏഷ്യൻ ഓഫീസ് എന്ന് പറഞ്ഞൊരു ഓഫീസുണ്ട്. ആ ഓഫീസുമായിട്ടാണ് ഞാൻ ബന്ധപ്പെട്ടത്. ഇതുവരെയുള്ള പ്രോസസ്സൊക്കെ അതിന് ഒറ്റയ്ക്കാണോ ചെയ്തത്, അതേ ത്രൂ ഏജൻസിയാണോ ചെയ്തത്? ഏജൻസി സപ്പോർട്ട് ആകെ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ സമയത്ത് മാത്രമേ ഉള്ളൂ. അഡ്ജുഡിക്കേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ ഒരു ഏജൻസി ബാക്കപ്പ് സപ്പോർട്ട് നമുക്ക് കുറവാണ് ഈ ഒരു കോഴ്സിന്. നമ്മൾ തന്നെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഈ ഇത് വായിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു GPHCയുടെ അഡ്ജുഡിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്. ആ ഡോക്യുമെന്റ് നമ്മൾ വായിച്ച് നമ്മൾ മനസ്സിലാക്കി നമുക്ക് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. എത്ര നാളെടുത്തു ഈ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ? ഇപ്പൊ വെയിറ്റിംഗ് എത്ര വന്നു? 3-4 മാസം വെയിറ്റ് ചെയ്യേണ്ടി വന്നോ? 4 മാസത്തിനുള്ളിൽ നമ്മുടെ പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ആയി. സെപ്റ്റംബർ ഇൻടേക്കിലാണല്ലേ വന്നത്? സെപ്റ്റംബർ ഒരു ഇൻടേക്ക് അല്ലേ ഉള്ളൂ നമ്മുടെ ഇയർലി 1 ഇൻടേക്ക്. നിങ്ങൾക്ക് സ്കോളർഷിപ്സ് വല്ലതും കിട്ടും? ഇപ്പൊ യൂണിവേഴ്സിറ്റീസ് ഇങ്ങനെ അക്കോമഡേഷന് സ്കോളർഷിപ്പ് ഉണ്ട്, പിന്നെ അക്കാദമിക് തന്നെ സ്കോളർഷിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? നമ്മൾ വൺസ് അപ്ലൈ ചെയ്യുമ്പോൾ സോറി, അതിന് മുന്നേ ഫീ എത്രയാന്ന് പറയാവോ? നിങ്ങൾക്ക് എത്ര ഇയർലി വരുന്നത്? ഫീസ് ആക്ച്വലി 14,000 pound ആണ്. 14,000 pound ആണ് MSc-കാർക്ക്. ആൻഡ് PG ഡിപ്ലോമക്കാർക്ക് 9,000 pound ആണ്. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി, ഓരോ യൂണിവേഴ്സിറ്റിക്കും ഡിഫറെൻ്റ് ആണ്. ഏറ്റവും ലോവസ്റ്റ് ട്യൂഷൻ ഫീസ് ഉള്ളത് സണ്ടർലാൻഡ് യൂണിവേഴ്സിറ്റിക്കാണ്. പിന്നെ ഇപ്പം നമുക്കിപ്പോൾ 14,000 pound ആണ് നമ്മുടെ ഫീസ് എങ്കിൽ കൂടെ 1,000 pound ഡിസ്കൗണ്ട് ഉണ്ട്. നമുക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻറ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ 1,000 pound ഡിസ്കൗണ്ട് ഉണ്ട്. അത് എല്ലാ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും ഉണ്ട്. എല്ലാ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും ഉണ്ട്. അപ്പോൾ 13,000. ആൻഡ് അത് കഴിഞ്ഞാൽ നമുക്കൊരു ഏർലി ബേർഡ് ഡിസ്കൗണ്ട് ഉണ്ട് 1,000 pound വീണ്ടും. അതായത് നമ്മൾ നേരത്തെ നമ്മൾ ഫീസ് അടയ്ക്കുവാണെങ്കിൽ നമുക്ക് 1,000 pound ഡിസ്കൗണ്ട് ഉണ്ട്. ഇനിയും മറ്റൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മുടെ IELTS സ്കോറും നമ്മുടെ ബാക്കി അക്കാഡമിക് എക്സലൻസ് എല്ലാം വെച്ചിട്ട് അവരൊരു അക്കോമഡേഷൻ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതെന്ന് പറയുന്നത് അവരുടെ യൂണിവേഴ്സിറ്റി അക്കോമഡേഷനിൽ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് 1 year നമുക്ക് താമസിക്കാൻ വേണ്ടി പറ്റും. അതിനപ്പോൾ എന്താ ക്രൈറ്റീരിയ? IELTS സ്കോർ? ആക്ച്വലി അതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഈ അക്കോമഡേഷൻ സ്കോളർഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യുക. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ അക്കാഡമിക് എല്ലാം നോക്കിയിട്ടാണെന്നാണ് എനിക്ക് ആക്ച്വലി ആ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. 1 year ഫ്രീ അക്കോമഡേഷൻ ആണ്. ഫ്രീ അക്കോമഡേഷൻ, ഫ്രീ ഇന്റർനെറ്റ് എല്ലാതും ഫ്രീ ആണ്. നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് +2 കഴിഞ്ഞിട്ടായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഏത് ഡിഗ്രി കോഴ്സ് ചെയ്തിട്ടായാലും ഇവിടെ ഫാർമസി വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇവിടെ 4 year ആണ് ഫാർമസി കോഴ്സ് വരുന്നത്. നാട്ടിൽ B.Pharm എന്ന് പറയുമ്പോൾ ഇവിടെ M.Pharm അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി എന്ന് ഇവിടെ പറയുന്നത്. അപ്പോൾ 4 year എന്ന് പറയുമ്പോൾ ഞങ്ങളിവിടെ സ്കോട്ട്ലൻഡിൽ അബർഡിയില്ല, ഇവിടുത്തെ റോബർട്ട് ഗോർഡൻ യൂണിവേഴ്സിറ്റിയിലെ ഫീസ് വെച്ച് പറയുവാണെങ്കിൽ ഒരു വർഷം ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഒരു 17,000 pound വരുന്നുണ്ട്. അങ്ങനെ 4 വർഷം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 68-70 ലക്ഷത്തോളം രൂപ വരെയാണ് ഫീസ് തന്നെയായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് അക്കോമഡേഷൻ, ബാക്കിയുള്ള ഫീസ്, ബാക്കി എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ. പക്ഷെ നിങ്ങൾക്ക് ആ എമൗണ്ട് മുടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് ഫാർമസി പഠിക്കാം. അത് കഴിഞ്ഞ് 1 year ഫൗണ്ടേഷൻ ഇയർ ഉണ്ട്, അങ്ങനെ 5 വർഷം വരുന്നു. ഫൗണ്ടേഷൻ ഇയറിന് നിങ്ങൾക്ക് ഫീസ് ഒന്നും വേണ്ട, നമുക്ക് ഇങ്ങോട്ടേക്ക് സാലറി പോലെ നമുക്ക് ഇങ്ങോട്ടേക്ക് പൈസ കിട്ടും. അത് കഴിഞ്ഞിട്ടാണ് GPHCയുടെ എക്സാം വരുന്നത്. അങ്ങനെ നമുക്ക് ആ എക്സാം എഴുതി പാസ്സാവുകയാണെങ്കിൽ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. അതും ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അതെന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് എമൗണ്ട് നിങ്ങൾക്ക് പേ ചെയ്യണം. അങ്ങനെ അത്രയും എമൗണ്ട് പേ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ പഠിച്ച് പാസ് ഔട്ട് ആയിട്ട് നാട്ടിൽ ഫാർമസി റിലേറ്റഡ് ആയിട്ട് ജോബ് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നാട്ടിൽ ഫാർമസി പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ് ഈ OSPAP എന്ന് പറഞ്ഞൊരു കോഴ്സ്. 1 year കോഴ്സ് ചെയ്യുക, പിന്നെ ഫൗണ്ടേഷൻ ഇയർ, പിന്നെ അത് കഴിഞ്ഞ് GPHC എക്സാം. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ളതും അതായിരിക്കും കുറച്ചുകൂടെ നല്ലൊരു മെത്തേഡ് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക ഏതാ ആപ്റ്റ് ആയിട്ട് വേണ്ടതെന്നുള്ളത്. ഫാർമസിസ്റ്റിന് ഇവിടെ നല്ല ഡിമാൻഡാണ്. ജോബ് കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. പേ സ്കെയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല റേറ്റ് ആണ് വരുന്നത്. NHSലെ ജോബ് വെച്ച് നോക്കുകയാണെങ്കിൽ, ബാൻഡ് സ്കെയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഫാർമസിസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ ബാൻഡ് 6 ആയിട്ടാണ് കയറുന്നത്. പിന്നെ 6 month പ്രിസ്ക്രിപ്ഷൻ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ബാൻഡ് 7 ആവുകയാണ്. അടുത്ത വർഷം തുടങ്ങിയിട്ട് ഇവിടെ ഫാർമസി കോഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസിന് അവരുടെ കോഴ്സിനോടൊപ്പം തന്നെ പ്രിസ്ക്രിപ്ഷൻ കോഴ്സും വരുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ഒരു കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ബാൻഡ് 7 ആയിട്ടാണ് NHSനെ വെച്ചിട്ട് പറയുന്നത് കേട്ടോ. NHS ഹോസ്പിറ്റലിൽ കയറുവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഫാർമസിയിലായാലും വർക്ക് ചെയ്യാം. പിന്നെ 1-2 വർഷം കഴിയുമ്പോൾ സ്വന്തമായിട്ട് ഫാർമസി നമുക്ക് ഇവിടെ സെറ്റപ്പ് ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് ഷോപ്പ് ഇടാനും പറ്റുന്നതാണ്.
അപ്പം അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട്. ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖലയാണ്. ഇപ്പം എന്നോട് ഇങ്ങനെ ചോദിക്കുമല്ലോ, ഇപ്പം നഴ്സിംഗ് അല്ലാതെ ചേച്ചിക്ക് ഏത് ഫീൽഡാണ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റാന്ന് ചോദിക്കുവാണെങ്കിൽ ഫാർമസിസ്റ്റ് ഞാൻ ഉറപ്പായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ. നമ്മളിപ്പോൾ സ്പൗസ് പാപ്പിനെ പറ്റിയാണല്ലോ പറയുന്നത്. ഇതിനകത്ത് സ്പൗസ് വിസയും ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാം. അപ്പോൾ ഡിപ്പെൻഡൻസിന് വർക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, അവർക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാം. ചിലപ്പോൾ കുറേ പേർക്കൊക്കെ ഡൗട്ട് വരും ഫീസ് പേ ചെയ്യാൻ പറ്റുമെന്നൊക്കെ. നമ്മൾ കണക്കാക്കരുത്. കാരണം 1 ഇയർ കോഴ്സിന് 12,000 പൗണ്ട് നിങ്ങൾ കുറഞ്ഞത് നിങ്ങൾ കൂട്ടണം, സ്കോളർഷിപ്പ് ഒക്കെ കഴിഞ്ഞിട്ടോ. അപ്പൊ അങ്ങനെ കൂട്ടുമ്പോൾ ആ 1 ഇയർ എന്തുമാത്രം നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഇന്റൻസ് ആയിട്ടുള്ള കോഴ്സാണ്, ഒത്തിരി പഠിക്കാനുണ്ടാവും. ഈ 1 ഇയർ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീസ് പേ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ വൺസ് നിങ്ങൾ ആ 1 ഇയർ പ്രോപ്പറായിട്ട് പഠിച്ച് എക്സാം ക്ലിയർ ചെയ്ത് ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ 3-4 മാസം കൊണ്ട് നിങ്ങൾക്ക് ഈ 1 ഇയർ മുടക്കിയ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ ഫാർമസിസ്റ്റ് ആയി കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞാൽ PR കിട്ടും. PR പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇനി ഞാൻ അനുവിലോട്ട് വീണ്ടും പോവാണ്. പിന്നെ എന്താ UK പഠിക്കാൻ വരുന്ന സ്റ്റുഡൻറ് ഫാർമസിസ്റ്റിനോട് എന്താ പറയാനുള്ളത്? ആക്ച്വലി സ്റ്റുഡൻറ് ഫാർമസിസ്റ്റിൻ്റെ അടുത്ത് പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. എന്നാലും ആ പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് UK എത്താൻ വേണ്ടി പറ്റും. വൺസ് UK എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനായിട്ട് 2 ഇയേഴ്സ് ആണ് ഉള്ളത്. അതായത് 1 ഇയർ നമുക്ക് പഠിക്കാനും 1 ഇയർ ഇൻറ്റേൺഷിപ്പുമാണ്. സോ ഈ 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് നമുക്കൊരു എക്സാമിന് വേണ്ടി നമ്മൾ വെൽ പ്രിപ്പയർഡ് ആവും. അങ്ങനെ നമ്മൾ നല്ലപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ആ രജിസ്ട്രേഷൻ എക്സാം പാസ്സാവാൻ പറ്റും. പിന്നെ ചേച്ചി പറഞ്ഞ പോലെ തന്നെ നമുക്ക് വൺസ് ആ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു എക്കണോമിക്കലായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് സോൾവ് ആക്കാനും പറ്റും. പിന്നെ അതേപോലെ തന്നെ നമ്മൾക്ക് ഇതൊരു നല്ലൊരു കോഴ്സാണ്. പ്രത്യേകിച്ച് ഇവിടെ ഒരു ഷോർട്ടേജ് ഉള്ള ഒരു ഓക്യുപ്പേഷൻ ലിസ്റ്റിലുള്ള ഒരു സംഭവമാണ് ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇത് റൈറ്റ് ഒരു ഡിസിഷൻ ആയിരിക്കും ഇപ്പം നമ്മൾ എടുക്കുന്നത്. പിന്നെ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. കാരണം ഇതൊരു അത്ര എളുപ്പമുള്ള ഒരു കോഴ്സല്ല. കാരണം നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ 4 ഇയർ കോഴ്സിന് പകരം നമ്മൾ 1 ഇയർ ഇവിടെ വന്ന് പഠിക്കുവാണ്. സോ അത് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ പ്രൊസീജിയേഴ്സും വേഗം ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച് അനു ഇപ്പോൾ സ്കോട്ട്ലൻഡിലോട്ട് 3 ഡേ വിസിറ്റിന് വേണ്ടി വന്നതാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ അനുവിനെ പൊക്കി പിടിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നത്. കുറേ പേര് എന്നോട് ഇങ്ങനെ ഫാർമസി റിലേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയം എനിക്കിങ്ങനെ റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രോപ്പറായിട്ട് ഒരു ആപ്റ്റായിട്ട് ഒരാളെ കിട്ടിയില്ലായിരുന്നു. കിട്ടിയപ്പോൾ തന്നെ ഞാൻ അനുവിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. 2-3 മാസമായിട്ട് ഞാൻ അറിഞ്ഞു അനു UK വന്നിട്ടുണ്ടെന്ന്. പക്ഷെ അനു വന്നിട്ട് പ്രോപ്പറായിട്ടൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഇപ്പോഴായിരുന്നു അതിൻ്റെ റൈറ്റ് ടൈം. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഫാർമസി റിലേറ്റഡ് ആയിട്ട് കോഴ്സ് ചെയ്യാൻ വരുന്ന ആൾക്കാരായിരിക്കും. അവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. കോഴ്സ് കുറച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷേ എന്നാലും നിങ്ങൾ എന്തായാലും നാട്ടിൽ B.Pharm അല്ലെങ്കിൽ PharmD ഒക്കെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിരിക്കുന്ന ആൾക്കാരാണല്ലോ. അവർക്ക് 1 വർഷം കൂടെ ഇവിടെ പഠിച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഫാർമസിസ്റ്റ് ആയിട്ട് ഇവിടെ UK ജോലി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ Facebook ID-യും Instagram ID-യും ഞാൻ കൊടുക്കാം. എനിക്ക് എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും ഞാൻ അനുവിനോട് ചോദിച്ചിട്ടായാലും നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.